ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പീസാണ്. മെയിനായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വാളമീൻ വെച്ചിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് മേക്കിങ്ങിലോട്ട് പോകാം. വാളമീനും പിന്നെ അതുപോലെ തന്നെ അയല മീനും എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട്. മരിച്ചിനിക്ക് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻ ഫ്രൈക്കുള്ള മാരിനേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തൊരു പേസ്റ്റാണ്. അത് ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഫുൾ ഫിഷ് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മസാലയൊക്കെ നന്നായിട്ട് മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. മീനൊക്കെ നന്നായിട്ട് ഞാൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തയ്യാറാക്കി എടുക്കുന്ന ഒരു തോരനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ വാഴയ്ക്ക വെച്ചിട്ടുള്ളൊരു തോരനാണ്. അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ മരിച്ചിനി നന്നായിട്ടൊന്ന് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ റൈസൊന്ന് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മീൻ കറിക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉലുവ, 10-20ഓളം ചെറിയ ഉള്ളി, 1 കൈപ്പിടി നിറച്ചും കറിവേപ്പില, പിന്നെ കുറച്ച് 2 ടീസ്പൂണോളം കുരുമുളകും, 2 തക്കാളി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചില ആൾക്കാർക്ക് ചേർക്കേണ്ട. മീൻ കറിക്ക് പെരിഞ്ജീരകം ചേർക്കുമെന്ന് ഒരല്പം ചേർക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മുളക് കറിക്ക് വെക്കുന്ന സമയത്ത് ഒരല്പം പെരിഞ്ജീരകം ചേർക്കുമ്പോൾ ആ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഒന്നുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമുക്കിതിൽ ചേർക്കാനുള്ളത് കുറച്ച് വാളംപുളി പിഴിഞ്ഞതാണ്. കുടംപുളി വേണമെന്നുള്ളവർക്ക് കുടംപുളി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ആ ഒരു പുളിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം അതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 ഫുള്ളായിട്ടുള്ള മീനാണ് കേട്ടോ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അധികം വലിപ്പമല്ല, എങ്കിലും ആ ഒരു മീഡിയം സൈസിലേക്കുള്ളത്. എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഞാൻ അടുപ്പിൽ തന്നെയാണ്, വിറകടുപ്പിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ മരിച്ചിനിയിൽ ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ചേർത്തിട്ട് അതൊന്നും ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളരിക്ക കറിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തൈര് കൊഴിച്ചിട്ടുള്ളൊരു വെള്ളരിക്ക കറിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഇവിടെ നന്നായിട്ട് കറി ഒന്ന് തിളച്ചൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ ഒരു വാളമീൻ ഒരു പ്രത്യേക രുചിയാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിലുള്ള കറിയാണ്. നമ്മൾ വീടുകളിലൊക്കെ സാധാരണ എപ്പോഴും വെക്കുന്നൊരു കറി തന്നെയാണ്. അപ്പോൾ മീൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ വിറകടുപ്പിൽ തന്നെയാണ് മീനൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മീൻ കറി ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു ചട്ടി വെച്ചെടുക്കാം. ഇത് ദോശച്ചട്ടിയല്ല, ഞാൻ മീൻ പൊരിക്കുന്ന ചട്ടിയാണ്. നല്ല ദോശ ചുട്ടാലും ഇളകിയൊക്കെ വരും. അപ്പോൾ ഞാൻ അത് ചട്ടിയിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ 4 മീൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 മാത്രമാണ് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തിരിച്ച് മറിച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കുക, ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മീനിവിടെ ഏകദേശം 2 സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ ചെറിയ കനലിൽ നല്ല ചൂട് വേണം അടുപ്പ്. ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ചോറും കറിയൊക്കെ വേവിച്ചതിന് ശേഷമുള്ള അടുപ്പായതുകൊണ്ട് ഒത്തിരി കനലും കാണും. അതുപോലെ അധികം തീ വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ചെറിയ തീയിൽ കിടന്ന് കുക്കായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും മീൻ. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ലഞ്ച് വിളമ്പൊന്നുമില്ല. മരിച്ചിനി ഉണ്ടെങ്കിൽ ആദ്യം മരിച്ചിനി മാത്രമേ കഴിക്കാറുള്ളൂ. ചോറ് പിന്നെ എപ്പോഴെങ്കിലും വിശപ്പുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ ചോറ് ഞാൻ അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ മരിച്ചിനി ഇപ്പോൾ ഒരു റീൽസ് കൊടുക്കണമായിരുന്നു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. മരിച്ചിനിയാണ് ഞാൻ ആദ്യം സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഉടച്ച മരിച്ചിനിയും അതിലേക്ക് നല്ല വാളമീൻ കറിയും പിന്നെ ആ ഒരു അയലമീൻ പൊരിച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയലമീൻ പൊരിച്ചത് നമ്മൾ ആ ചെറിയ തീയിൽ കിടന്നത് കുക്കായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല ജ്യൂസിക്കായിരുന്നു. അപ്പം ഈ ഒരു രീതിയിൽ മീൻ കറിയും മീൻ ഫ്രൈയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോയും റെസിപ്പിയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും, ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ഒക്കെ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.